ഇതാണ് ഗൈസ് റോഡിൻ്റെ കണ്ടീഷൻ നോക്ക്. How to help you? It's not easy. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് അനദർ ഡേ. അപ്പോൾ നമ്മളിപ്പോൾ ഉള്ള പാലൂക്ക് എന്ന് പറയുന്ന സിറ്റിയിലായിരുന്നു, അതായത് ഫോർപ്പ കമ്മ്യൂണിറ്റിയിൽ. നമ്മളിവിടെ നിന്ന് ഇന്ന് റിവർജി എന്ന് പറയുന്ന സ്ഥലത്തേക്ക് നമ്മൾ പോവാണ്. അവിടെ നിന്ന് അടുത്ത ദിവസം നമ്മൾ ഗ്ലിയോ കമ്മ്യൂണിറ്റിയിലേക്ക് പോകും. സോ ഇതാണ് ഇന്നത്തെ നമ്മുടെ യാത്രയുടെ റൂട്ട് മാപ്പ്. സോ നമ്മളിപ്പം ലഗേജ് എല്ലാം കെട്ടി നീറ്റാക്കി നമ്മളെല്ലാം റെഡി ആയിട്ടിരിക്കുകയാണ്. ഇനി നമ്മളിപ്പം ഏകദേശം കുറച്ചുകൂടെ ഇപ്പോൾ ഒരു ഉച്ച കഴിഞ്ഞ സമയമാണ്. കുറച്ച് കഴിയുമ്പോഴത്തേക്ക് നമ്മൾ യാത്ര തിരിക്കും. ഇവിടുത്തെ കാലാവസ്ഥ കുറച്ച് മുമ്പ് വരെ മഴയായിരുന്നു. ഇനിയിപ്പം പോകുന്ന വഴിക്ക് എങ്ങനെയാണെന്ന് അറിയത്തില്ല, നമുക്ക് നോക്കാം. നമ്മളങ്ങനെ പാലൂക്ക് ഒരു പുറത്ത് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. എല്ലാവരും കുറേ ദൂരം യാത്ര ചെയ്യുന്നുണ്ട്. അപ്പം നമ്മുടെ യാത്ര ആരംഭിച്ചിരിക്കുകയാണ്. എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ വന്ന വഴി കൂടെ തന്നെ കുറച്ച് ദൂരം യാത്ര ചെയ്തിട്ടാണ് നമ്മൾ ഡയറക്ഷൻ മാറുന്നത് കേട്ടോ. അങ്ങനെ പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നുമില്ല, അതുപോലെ തന്നെ തകർന്ന തരിപ്പണമായ വഴികൾ തന്നെയാണ്. Me, I was small. I was 10 years old. I started working for God. Yeah. So I started doing God work long time. റൈറ്റ് സൈഡിലൊരു വണ്ടി കംപ്ലൈൻ്റ് ആയിട്ട് കിടക്കുന്നില്ലുണ്ടോ? Not small place, I'm not here. All the time was doing this here, not here. Yeah. All the iron everything. നമുക്ക് മുൻപിലായിട്ടൊരു ബൈക്ക് പോകുന്നുണ്ട് കേട്ടോ, നോക്ക്. നമ്മൾ വേണ്ട ആ കാണുന്ന റോട്ടിൽ കൂടെയാണ് നമ്മൾ വന്നത്. നമ്മൾ വേണ്ട ഇങ്ങോട്ട് തിരിഞ്ഞ് നമ്മളിപ്പോൾ ഈ റോട്ടിൽ കൂടെയാണ് പോകുന്നത്. റിവർജി എന്ന് പറയുന്ന സ്ഥലത്തേക്ക് പോകേണ്ടത് കേട്ടോ. അതായത് ഇതിലിങ്ങനെ കാണാം, അതെ, ഇങ്ങനെ ആ കിടക്കുന്ന റോട്ടിൽ കൂടെയാണ് നമ്മൾ വന്നത്. ഇപ്പം നമ്മൾ ഇതിൽ തിരിഞ്ഞ് പോകാൻ വേണ്ടി വ്യത്യസ്തമായിട്ട് എന്തെങ്കിലുമൊക്കെ ഇവിടെ കാണുന്ന ഓർത്താണ് ഇതിലെ വന്നത്. ഇവിടെ വന്നപ്പോഴും റോഡ് ഇങ്ങനെയൊക്കെ തന്നെ, പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നുമില്ല, എല്ലാം സെയിം തന്നെ. നമ്മളിപ്പോൾ ഇങ്ങോട്ട് വന്നിരിക്കുന്നത് വാപ്ലിക്കൻ കമ്മ്യൂണിറ്റി എന്ന് പറയുന്നൊരു കമ്മ്യൂണിറ്റിയിലേക്കാണ് കേട്ടോ. നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരു കമ്മ്യൂണിറ്റിയാണ്, ചെറിയൊരു ഗ്രാമമാണ് കേട്ടോ വാപ്ലിക്കൻ എന്ന് പറയുന്നൊരു സ്ഥലവും ഒരു കമ്മ്യൂണിറ്റിയൊക്കെ ചേർന്ന ഒരു ഏരിയ ആണ്. വീടുകളൊക്കെ എല്ലായിടത്തും കാണുന്ന പോലൊക്കെ തന്നെയുള്ള വീടുകളാണ് ഇവിടെ, ഒരു വ്യത്യാസങ്ങളൊന്നുമില്ല. It's a small village, right? It's a small village. Big community. ഓക്കെ. ഒരു വലിയ കമ്മ്യൂണിറ്റി ആണെന്നാണ് പറഞ്ഞത് കേട്ടോ. അത്യാവശ്യം വീടുകളും കാര്യങ്ങളൊക്കെ. ആഫ്രിക്കൻ കമ്മ്യൂണിറ്റിയിലെ കാഴ്ചകളിലൂടെ നമ്മളിപ്പോൾ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. റോഡ് മോശമായതുകൊണ്ട് സൈഡിലൂടെ ഒരു ചെറിയ ഡീവിയേഷൻ എടുത്ത് നമ്മൾ പോകാം.
ഗ്രാമത്തിൻ്റെ ഒത്ത നടുവിലൂടെയുള്ള റോട്ടിലൂടെ നമ്മളിപ്പം മുമ്പോട്ട് പോവുകയാണ്. അത്ര മനോഹരമായിട്ടുള്ള കാഴ്ചയല്ല. രണ്ട് സൈഡും പച്ചപ്പും ആടും മരങ്ങളും ചേനയും ചേമ്പും. ബാർക്കൻ ഇതാണ് വേറൊരു കമ്മ്യൂണിറ്റി, നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്ന വേറൊരു കമ്മ്യൂണിറ്റിയാണ് ബാർക്കൻ കേട്ടോ. ബാർക്കൻ കമ്മ്യൂണിറ്റി. സോ ഇറ്റ്സ് വെരി ബ്യൂട്ടിഫുൾ ടു സീ ദിസ് സൈറ്റ്, എസ്പെഷ്യലി ദിസ് ഹൗസസ്. ഭയങ്കര മനോഹരമായിട്ടൊരു കാഴ്ചയാണ്. സോ നമ്മളങ്ങനെ മുമ്പോട്ട് പോവുകയാണ്. വളരെ മനോഹരമായ കാഴ്ചകൾക്ക് മുൻപിലൂടെ കാഴ്ചകളെ ഒപ്പിയെടുത്തുകൊണ്ട് നമ്മൾ മുമ്പോട്ട് വീട് പണി നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. നാക്കൊക്കെ ഉളുക്കി ഇതുവരെ ഒന്നും കഴിച്ചിട്ടില്ല കൊണ്ടാണ്. നമ്മളിങ്ങനെ യാത്രകൾ ചെയ്യുമ്പോഴത്തേക്കിന് ആഹാരം കഴിപ്പ് വളരെ കുറവാണ് കേട്ടോ. ഏകദേശം ചിലപ്പോൾ ഒരു ദിവസം ഒരു നേരമൊക്കെ ആയിരിക്കും, അല്ലെങ്കിൽ ആ ചില ദിവസങ്ങൾ കഴിക്കാത്ത ദിവസങ്ങളുണ്ട്. കാരണം ദൂരമായ ദൈർഘ്യമേറിയ യാത്രകൾ ചെയ്യുമ്പോഴത്തേക്കിനും ആഹാരം കഴിപ്പ് കുറവാണ്. കാരണം ഇവിടുന്ന് അടുത്ത സ്ഥലത്ത് എത്തുന്നോടം വരെ വഴിയിൽ നിന്നൊന്നും കഴിക്കാനുള്ള സാഹചര്യങ്ങളും സംവിധാനങ്ങളൊക്കെ ഒന്നും ഇല്ലാതെ. സോ അങ്ങനെയൊക്കെയാണ് ഗൈസ് യാത്രകൾ ചെയ്യുന്നത്. നമ്മളൊരു വനം പോലുള്ളൊരു സ്ഥലത്തോടെയാണ് നമ്മൾ വീണ്ടും യാത്ര ചെയ്യുന്നത് കേട്ടോ. പക്ഷെ ഞാൻ ചോദിച്ചപ്പോൾ എന്നോട് പറഞ്ഞത് ഇത് വനമല്ല, ഇത് കൃഷിയൊക്കെ ചെയ്യുന്നിടമാണെന്നാണ് പറഞ്ഞത്. അരി ഉൽപ്പാദിപ്പിക്കാൻ ഇവിടെ കരനെല്ലാണ് കൂടുതലും. അപ്പം കരനെല്ല് ഉൽപ്പാദിപ്പിക്കാനും പിന്നെ അതുപോലെ തന്നെ കപ്പയുടെ കൃഷിയും കാര്യങ്ങളൊക്കെ ചെയ്യാൻ ഉപയോഗിക്കുന്നത്. അപ്പം കുറേ ഇടങ്ങളിലുണ്ട്. അപ്പം റൊട്ടേറ്റ് ചെയ്ത് കണ്ട് കൃഷി ചെയ്യുന്നതാണ് എന്നോട് പറഞ്ഞത്. വമ്പൻ ടാസ്ക്കാണ്. പായസം പോലെ കുറി കിടക്കുന്നത് കണ്ട. ഇത് കുറേ ദൂരം ഉണ്ടല്ലോ ഗൈസ്. Packet. Yeah. Long area. തോട്ടിൽ കൂടെ ഇറങ്ങുന്നു. നല്ല കുറച്ച് റോഡ് കിട്ടി കേട്ടോ. കുറച്ച് ദൂരം നമുക്ക് പുറകെ ഇരിക്കുന്ന എൻ്റെ ഇടപാട് തീർന്നു. അതായത് നമ്മുടെ ശരീരമെല്ലാം ഇളക്കി മറിഞ്ഞ് തകർത്ത് തരിപ്പണമാകും. അപ്പോൾ ഓടിക്കുന്നവരുടെ അവസ്ഥ ഒന്ന് ഓർത്ത് നോക്കിയ കൈസ്. കാരണം അവർ കാലുകൊണ്ട് ചവിട്ടി തുഴഞ്ഞ് ചെളിക്കകത്ത് അടിയുമ്പോഴത്തേക്കിനും കാല് കുത്തി പൊങ്ങിയാണ് പോകുന്നത്. അപ്പം അവരത്രമാത്രം സ്ട്രെയിൻ ചെയ്താണ് ഓടിക്കുന്നതെന്ന് ഓർത്ത് കൈസ്. നാട്ടിലുള്ള എല്ലാ ഓഫ് റോഡ് പ്രേമികളെയും ലൈബീരിയയിലേക്ക് സ്വാഗതം ചെയ്യുന്നു.
വെൽക്കം ടു ലൈബീരിയ. ഇതൊരു ടാസ്ക് ആയതുകൊണ്ട് ഞാൻ ഇറങ്ങി അപ്പുറത്തോട്ട് നടക്കുകയാണ് കേട്ടോ. ഇതുകൊണ്ടോ ചെറുതായിട്ട് ജലദോഷം പിടിച്ചിട്ടുണ്ടോ എന്നൊരു സംശയം. സോ ഇതാണ് ഗൈസ് റോഡിൻ്റെ കണ്ടീഷൻ. നോക്ക്, കാറുകളുടെ സംരക്ഷണത്തിന് ഇവിടെ ബൂട്ട് നിർബന്ധമാണ് കേട്ടോ. വെള്ളം കയറിയോ? വിശാലമായിട്ട് കിടക്കുന്ന ഒരു ഏരിയയിലേക്ക് നമ്മൾ വീണ്ടും എത്തിയിരിക്കുകയാണ്. നമുക്ക് അടുത്തൊരു ടാർഗറ്റിലേക്ക് നമ്മൾ കടന്നിരിക്കുകയാണ് ഗൈസ്. വ്ളോഗ് ചെയ്യുമ്പോൾ സാധാരണ എന്തെങ്കിലുമൊക്കെ സംസാരിക്കണ്ടേ, ഇവിടെയൊക്കെ വരുമ്പോൾ ഒന്നും സംസാരിക്കാനില്ല ഗൈസ്. എന്ത് പറയാനാണ്? നോക്ക്, മെയിനായിട്ട് ഇവിടെ ഈ ചള്ളയിലൂടെ വണ്ടിയുടെ ടയർ ഭയങ്കരമായിട്ട് സ്ലിപ്പാകും കേട്ടോ. അതാണ് ഒരു വലിയൊരു പ്രശ്നം. ഉണ്ട് കേട്ടോ. യാ സോ success. Is it again? കൈസ് ഇത് കണ്ടോ, നമ്മുടെ വഴിയിലെഴുതി കീർത്തം കണ്ടോ. കം കം, ഹൗ ടു ഹെൽപ്പ് യു? It's not easy. നമ്മൾ ചെറിയൊരു ഗ്രാമം കഴിഞ്ഞ് ഇങ്ങോട്ട് വന്ന് സോ അടുത്ത നീണ്ട ഒരു ടാർഗറ്റ് എത്തിയിരിക്കുകയാണ്. ലോങ് ടാർഗറ്റ്, നീണ്ട ഒരു ഏരിയ ആണ് കേട്ടോ. റോഡ് പണിയാൻ വേണ്ടി എന്തൊക്കെയോ ചരലൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു തോന്നുന്നു, പക്ഷേ നോ യൂസ്. കുറേ ദൂരം ഇങ്ങനെ തന്നെ കേട്ടോ, കിലോമീറ്ററോളം ഇങ്ങനെ തന്നെ തകർന്ന് കിടക്കുന്ന റോഡാണ്. ബൈക്ക് കംപ്ലൈൻ്റ് ആയിട്ട് കിടക്കുന്നതാണ്. പെട്രോളും അതുപോലെയുള്ള ഇന്ധനങ്ങളൊക്കെ കൊണ്ടുപോകുന്ന വണ്ടിയാണ് കേട്ടോ. ചെളിയിൽ തന്നെ കംപ്ലൈൻ്റ് ആയി കിടക്കുന്നതാണ്. നന്നാക്കാനായിട്ട് റിപ്പയറിംഗ് ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മളവരുടെ വീഡിയോ ഒക്കെ എടുക്കണം, അവർക്ക് ഇഷ്ടപ്പെടുത്തില്ല കേട്ടോ. ബിഗ്ഗസ്റ്റ് ടാർഗറ്റ് അച്ചീവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്.
കുറേ നേരം ആയല്ലോ സംസാരിക്കാനായിട്ട് പറ്റത്തില്ല കേട്ടോ. അതുപോലെ ശ്വാസം പിടിച്ചു വെള്ളം പിടിച്ചാണ് ഇരിക്കുന്നത്. ഇങ്ങനെ കിടക്കുകയാണ് കേട്ടോ ഗൈസ്. ഇങ്ങനെ സൈഡിൽ കുഴികൾ പോലെ എടുത്തിട്ട് അത് ഇവിടുന്ന് വെള്ളം ഒഴുകി അങ്ങോട്ട് മാറാൻ വേണ്ടി കാന സംവിധാനം പോലെ ചെയ്യുന്നതാണ് കേട്ടോ അത്. ആ കുഴികളിലേക്ക് ഇവിടുന്ന് വെള്ളം ഒലിച്ചു പോകാൻ വേണ്ടിയാണ് ഇതുകൊണ്ട് അതുപോലെ കുഴികളൊക്കെ എടുത്ത് സൈഡിലൊക്കെ ഇട്ടിരിക്കുന്നത്. ചിലപ്പോൾ അത് ഗുണമാകാറില്ല, ചിലപ്പോൾ അത് ഗുണമാകാറുണ്ട് കേട്ടോ ഗൈസ്. കുറേ നേരം ഇതൊരു ആറിൻ്റെ സൈഡിൽ തീരത്തോടെയാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. രണ്ട് സൈഡിലും ഇതുപോലെ ആനകൾ പോലെ ഇങ്ങനെ എടുത്തിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് ഇവിടുത്തെ വെള്ളം ഡൈവേർട്ട് ചെയ്ത് വിട്ട് വെള്ളം വേറെ എങ്ങോട്ടേലൊക്കെ മാറ്റി ഇടാൻ വേണ്ടിയാണ് ഇത്തരം കുഴികൾ എടുത്തിട്ടിരിക്കുന്നത്. എന്തൊക്കെ കൺസ്ട്രക്ഷനോ എന്തൊക്കെയോ മൈനിങ്ങോ കാര്യങ്ങളൊക്കെ നടക്കുന്ന ഒരു ഏരിയയാണ് കേട്ടോ. അവിടുന്ന് ആ ഏരിയയിൽ നിന്ന് ഇങ്ങോട്ട് എന്തൊക്കെയോ മൈനിങ് കാര്യങ്ങളൊക്കെ നടക്കുന്നതാണെന്ന് തോന്നുന്നു. ആ വഴി തുടർന്നുകൊണ്ടിരിക്കുകയാണ്. കുറേ നീണ്ട ദൈർഘ്യമായേറിയ തകർന്ന റോട്ടിൽ കൂടി തന്നെയാണ് നമ്മളിപ്പോൾ കൊണ്ടിരിക്കുന്നത്. റോട്ടിലൂടെ ഒരു കിറ്റാച്ചി വരുന്നുണ്ട് കേട്ടോ. വഴി പെട്ടുപോയ ബൈക്കുകാരായി സ്റ്റക്ക് ഇൻ ദ മഡ്. ഇത് ഈ വഴി ഇങ്ങനെ വീണ്ടും തുടരുകയാണ് കേട്ടോ. ഞാനടുത്ത് ഇപ്പോഴങ്ങാണ്ട് തീരുമെന്ന് ഓർത്ത് എവിടെ കിറ്റാച്ചി അവിടുന്ന് അറിഞ്ഞം പറഞ്ഞ് വരുന്നുണ്ട്. നമ്മളിവിടുന്ന് അറിഞ്ഞം പറഞ്ഞ് രക്ഷപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. എന്തോ വഴി ശരിയാക്കുകയാണെന്ന്. ഹീസ് മേക്കിംഗ് ദ റോഡ്. അദ്ദേഹം വഴി നമുക്ക് വേണ്ടി എന്നല്ല, ഇങ്ങനെ തകർന്നു കിടക്കുന്ന വഴിയൊന്ന് സെറ്റാക്കുന്നതായിരിക്കും. അദ്ദേഹം നമുക്ക് വഴി റെഡിയാക്കി തന്നു കേട്ടോ. അദ്ദേഹം ഇത് വഴിയൊക്കെ കാണിച്ച് ഇതിലെ പൊക്കോളാൻ വേണ്ടി പറഞ്ഞു. താങ്ക് യു. ഹലോ സാർ, താങ്ക് യു സാർ. അത് ചൈനക്കാരനാണ് കേട്ടോ, ചൈനീസാണ്. ഇവിടെ കൂടുതൽ കൺസ്ട്രക്ഷൻ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ചൈനീസാണ്. ബിസിനസ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് കൂടുതൽ ഇന്ത്യക്കാരും ലെബനോൻകാരും പിന്നെ അങ്ങനെയുള്ള ആൾക്കാരൊക്കെയാണ് കേട്ടോ. കൺസ്ട്രക്ഷൻ ഫീൽഡിലെല്ലാം ചൈന ആധിപത്യം സ്ഥാപിച്ചിരിക്കുന്ന ഒരു ഏരിയയാണ് ലൈബീരിയ. പെട്ട് കേസ് ഇതുവരെ നമ്മൾ യാത്ര ചെയ്തതിൽ ഏറ്റവും വലിയ ടാസ്ക് ഇത് തന്നെയായിരുന്നെന്ന് തോന്നുന്നു. ഞാൻ അദ്ദേഹത്തോട് ചോദിക്കുന്നുണ്ട് കേട്ടോ, എൻ്റെ സഹയാത്രികനോട് ചോദിക്കുന്നുണ്ട് ഞാൻ ഇറങ്ങി നടക്കണോ എന്ന്. അദ്ദേഹം എന്നെ ഇറങ്ങി നടക്കാൻ സമ്മതിക്കുന്നില്ല. Tired? Guys, we became tired guys. Small break. Come and finish. So guys, പുറകിലിരിക്കുന്നതിൻ്റെ അവസ്ഥ ഇതുപോലാണെങ്കിൽ ഡ്രൈവ് ചെയ്യുന്ന ഇദ്ദേഹത്തിൻ്റെ അവസ്ഥ ഓർത്ത് നോക്കിയാൽ. താങ്ക് യു സോ മച്ച് പാസ്റ്റർ. Okay. ഇറ്റ്സ് എ ബിഗ് ടാസ്ക്. പക്ഷെ ഒത്തിരി ദൂരം യാത്ര ചെയ്യാനുള്ളതുകൊണ്ട് അദ്ദേഹം താമസിക്കുന്നില്ല കേട്ടോ. അപ്പോൾ അവിടെ ഫുള്ള് പൊളിഞ്ഞ് പാളീസായി കിടക്കുകയാണ്. റോഡിന് അടുത്ത് വലിയൊരു കുളം, കുളിച്ചിട്ട് പോയാലോ? ഒരു കാറ് പുറകെ വരുന്നുണ്ട് കേട്ടോ. നമുക്ക് അതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് ഒതുക്കിയില്ലെങ്കിൽ അവർ നമ്മളെ വന്ന് ഇതിനകത്ത് മൂടിയിട്ട് പോകും. ടാസ്ക്.
ഗൈസ് നമ്മളങ്ങനെ മറ്റൊരു സ്ഥലത്ത് എത്തിയിരിക്കുകയാണ് കേട്ടോ. ഫിലഡൽഫിയ അങ്ങനെ എന്തോ ഒരു സ്ഥലമാണ് പറഞ്ഞത്. ഫിലഡൽഫിയ ലൈക്ക് ദാറ്റ്. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സ്ഥലം, ചെറിയൊരു സിറ്റി. ഈ റോഡിന് ഇടയിലൂടെ വളരെ ദൂരം യാത്ര ചെയ്ത് നമ്മൾ വരുമ്പോൾ കിട്ടിയ ചെറിയൊരു സിറ്റിയാണ്. നമ്മൾ നിൽക്കുന്നില്ല, നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ആട്ടവും പാട്ടും കേൾക്കാൻ തുടങ്ങി. നമ്മളിവിടെ നിൽക്കുന്നില്ല, നമ്മൾ മുമ്പോട്ട് പോകണം കേട്ടോ. വില്ലേജിനെ നമ്മൾ മറികടന്ന് നമ്മൾ മുമ്പോട്ട് പോകണം കേട്ടോ. വീണ്ടും നമ്മളൊരു കാട് പോലെ ഒരു വനം ഏരിയയിലേക്കൂടെ പോവാണ്. വഴി ഇങ്ങനെ വിജനമ്പിച്ച് കിടക്കുന്ന വഴിയാണ് കേട്ടോ. ദൈർഘ്യമേറിയ വഴികൾ. ഇവിടെ കിലോമീറ്ററുകൾ കണക്ക് പറയുന്നതിനെക്കാളും കൂടുതലായിട്ട് ഇവിടെ ആൾക്കാർ പറയുന്നത് സമയക്കണക്കാണ് കേട്ടോ. ഇവിടെ നിന്ന് ഇത്ര ദൂരം അവിടെ വരെ അങ്ങനെയാണ് പറയുന്നത്. ഇത്ര മണിക്കൂർ കൊണ്ട് ഓടിയെത്തും എന്നുള്ള കണക്കാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. അതിന് ഇത്ര ഗ്യാലൻ പെട്രോൾ, അതാണ് അവർ പറയുന്നത് കണക്ക്. നമ്മുടെ നാട്ടുവഴികൾ പോലെ ചെറിയ റോഡുകൾ കാണുന്നുണ്ട്. പക്ഷേ കുറച്ച് കഴിയുമ്പോൾ വീണ്ടും പഴയ അവസ്ഥ തന്നെയാകും. നല്ല അടിപൊളി മനോഹരമായിട്ടുള്ള കാഴ്ചകൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. ഹായ്. റോഡിൻ്റെ സ്വഭാവം മാറി, സ്ഥലങ്ങൾ മാറി. ഇതുവരെ കണ്ടതുപോലെയല്ല. രണ്ട് പച്ചപ്പുകളുടെ നടുവിലൂടെ കണ്ണം കളച്ചിട്ടിരിക്കുന്ന റോഡിലൂടെ നമ്മളിങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ എങ്ങനെ ടാസ്ക്. Actually, this is not road. Actually, this is not road. This is a party field. Super. Very beautiful view. Huh? Very beautiful view. Road is looking very beautiful. After long we got a good road. Again we reach. നീണ്ട യാത്രയ്ക്കൊടുവിൽ ഇത് അത്യാവശ്യം വലിയൊരു സിറ്റി തന്നെയാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ബിഗ് സിറ്റി. റിവർജി. എനിക്കൊരു കാര്യം മനസ്സിലായി. ഇന്ത്യയിൽ നമ്മളെ കൊണ്ട് എട്ടെടുപ്പിക്കുന്നതിൻ്റെ കാര്യം എന്താണെന്നറിയാം? ഇതുപോലെ കുണ്ടും കുഴിയിലൂടെ പോകുമ്പോൾ ഇങ്ങനെ വളച്ച് വെട്ടിച്ച് പോകണ്ടേ. അപ്പോൾ അതിനുവേണ്ടി ആയിരിക്കും നമ്മളെ കൊണ്ട് എട്ടെടുപ്പിക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. ഞങ്ങളിങ്ങോട്ട് വന്നപ്പോൾ കുറേ നേരമായിട്ട് ഇങ്ങനെ അങ്ങോട്ട് വളഞ്ഞും പൊളഞ്ഞുമാണ് നമ്മൾ പോയത്. റോഡ് നടുക്കുള്ള കുഴികൾ ഒഴിവാക്കി. അപ്പോൾ എനിക്കിപ്പോഴാണ് അതിൻ്റെ ഗുഡൻസ് മനസ്സിലായത്. നമ്മളെ കൊണ്ട് നാട്ടിൽ എട്ടെടുപ്പിക്കുന്നത്. ഇല്ല പിന്നെ വേറെ ഏതെങ്കിലും അക്ഷരങ്ങൾ എടുപ്പിച്ചാൽ പോരെ. ശരിയല്ലേ? അയ്യോ, എയോ, ബിയോ, സിയോ ഒക്കെ എടുപ്പിച്ചാൽ പോരെ. നമ്മളെ കൊണ്ട് എന്തുകൊണ്ടാണ് എട്ടെടുപ്പിക്കുന്നത്? ഇങ്ങനെ വളഞ്ഞ് പോകണം. ഓരോ കുഴികൾ ഒഴിവാക്കി പോകുന്നത് ടാസ്ക് അല്ലേ? അതാണ്. ഓക്കെ, നമ്മൾ വളഞ്ഞ് ചെളിക്കകത്തോടെ കുണ്ടും കുണക്കും പൊയ്ക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ.
ഒന്ന് അങ്ങോട്ടോ ഒന്ന് ഇങ്ങോട്ടോ അങ്ങനെയാണ് നമ്മൾ പോകുന്നത്. ടയേർഡ്. അങ്ങനെ കുറേ നേരത്തിന് ശേഷം നമ്മൾ വീണ്ടും ഒരു ചെറിയ ഗ്രാമത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. മനോഹരമായിട്ടുള്ളൊരു ചെറിയ ഗ്രാമം. ഇവിടെ ഫുട്ബോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഫുട്ബോൾ മാച്ചാണ്. നമുക്ക് ഈ നാട് ഫുട്ബോളിൻ്റെ ഭയങ്കര കമ്പം ഏറിയൊരു നാടാണ് കേട്ടോ. നമുക്ക് ഫുട്ബോൾ നാട്ടിലുള്ള ആൾക്കാരെല്ലാം വരുന്നുണ്ട് ഫുട്ബോൾ കാണാൻ വേണ്ടി കേട്ടോ. നമ്മൾ നമ്മുടെ യാത്ര തുടർന്നുകൊണ്ടിരിക്കുന്നു. കഴിഞ്ഞു കിട്ടുക. വേണോ ഗൈസ്? നീണ്ട യാത്രയ്ക്ക് ശേഷം നമ്മൾ മെയിൻ റോഡിലോട്ട് എത്തിയിരിക്കുകയാണ് കേട്ടോ. കരിമ്പും തിന്നു. നമ്മൾ ഇനി അടുത്തോട്ടാണെന്ന് തോന്നുന്നു പോകേണ്ടത്. അതെ ഗൈസ്, നമ്മളടുത്തേക്ക് കയറിയിരിക്കുകയാണ്. അപ്പോൾ അതിന് ശേഷം ഗൈസ് തൊപ്പി പറഞ്ഞു പോയായിരുന്നു. നമ്മൾ തൊപ്പി എടുത്തായിരുന്നു. പിന്നെ പുറകിലോട്ടുള്ള വഴി ലീബോ എന്ന് പറയുന്ന അറിയില്ല. ലീബോ നമ്മൾ യാത്ര സ്റ്റാർട്ട് ചെയ്തത് ലീബോയിലേക്കുള്ള വഴിയാണ് കേട്ടോ. പിന്നെ നമ്മൾ ഇറങ്ങിയ സ്ഥലത്തിൻ്റെ പേരാണ് സോയക്കൻ എന്നാണ് നമ്മൾ ഇറങ്ങിയ സ്ഥലത്തിൻ്റെ പേരും. പുറകിലോട്ടുള്ള വഴി ലീബോ. വിച്ച് റോഡ് ഈസ് ഗോയിങ് ടു ഫ്രണ്ട് സൈഡ് ഈ റോഡ് നേരെ പ്ലേസ് അങ്ങോട്ട് പോകുന്നത് കാതക്കെന്നാണ്. ഒടുവിൽ നമ്മളിവിടെ എത്തിയിരിക്കുകയാണ് കേട്ടോ. കുറേ കാണുന്ന സ്ഥലത്താണ് നമ്മൾ താമസിക്കാൻ പ്ലാൻ ചെയ്തിരിക്കുന്നത്. വളരെ നീണ്ട യാത്രയായിരുന്നു കണ്ടോ. കാലെല്ലാം തകർന്ന തിരുപ്പണമായി. സോ നമ്മൾ ബൈക്ക് അവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പം നമ്മൾ റൂമും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ നോക്കി ചെയ്യാം കേട്ടോ. ഫൈനലി നമ്മളിവിടെ ഒരു ഹോട്ടലിൽ നമ്മൾ വന്നിരിക്കുകയാണ് കേട്ടോ. ഇവിടെ എവിടെയാണ് നമ്മുടെ റൂം എടുക്കുമ്പോൾ നമുക്കറിയാം ഇവിടെയാണ്. ഇതാണെന്ന് തോന്നുന്നു നമ്മുടെ റൂം.